ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാനിത് സേഫ് ആയിട്ടിരിക്കുകയാണ്. ഇന്നെന്താണ് നമുക്ക് നല്ല ക്ലൈമറ്റ് ആട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഗുഡ് ഇൻഫർമേറ്റീവ് ആൻഡ് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എന്തായാലും തബ്നയിൽ കണ്ടപ്പോൾ തന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ താരം, അതായത് നമ്മുടെ കറ്റാർ വാഴ. അപ്പോൾ കറ്റാർ വാഴ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കില്ല. കാരണം നമുക്ക് പറഞ്ഞാൽ തീരാത്തത്രയും അത്രയും ഗുണങ്ങളാണ് നമ്മുടെ ഈ ഒരു കറ്റാർ വാഴയ്ക്കുള്ളത്. നമ്മുടെ സ്കിന്നിനായാലും അതേപോലെ നമ്മുടെ ഹെൽത്തിനും നമ്മുടെ ഹെയറിനൊക്കെ ഒത്തിരി നല്ലതാണല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സ് ഒക്കെ നമ്മുടെ മുഖസൗന്ദര്യത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതിനൊക്കെ ഉപരി നമ്മൾ ഈ ഒരു കറ്റാർ വാഴയുടെ ജെല്ല് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം നമ്മുടെ ഫേസിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ കാര്യം പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഹെയറിൽ നന്നായിട്ട് സ്കാൽപ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് ജെല്ലെടുത്ത് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ അതിലൂടെ നമുക്ക് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനും അതേപോലെ നമ്മുടെ ഹെയർ ഗ്രോത്ത്, അതായത് ഹെയർ ഫോളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ ഹെയർ ഫോൾ തടഞ്ഞിട്ട് നമുക്ക് ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് കൂടാതെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ഒരുപാട് പേര് നേരിടുന്നൊരു പ്രശ്നം തന്നെ ആയിരിക്കില്ലേ, നമ്മുടെ ഈ ഒരു താരൻ്റെയൊക്കെ പ്രശ്നം. ഈ ഒരു താരൻ്റെയൊക്കെ പ്രശ്നം എന്താ, അത്യുത്തമമായിട്ടുള്ള അളഞ്ഞടിയാൾ. അപ്പോൾ ഇതിൻ്റെ ജെല്ല് കുറച്ച് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മസാജ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ വെച്ചിട്ട് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു താരൻ്റെ പ്രശ്നം ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു 1 വീക്കെങ്കിലും യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. കാരണം 1 വീക്ക് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. കാരണം ഇതിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നില്ല. വെറും കറ്റാർ വാഴ എന്ന് പറയുന്നത് ഓർഗാനിക് ആണ്. അപ്പോൾ എന്തായാലും ഓർഗാനിക് ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറയുന്നത് കുറച്ച് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് എത്രയായാലും കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1 വീക്കെങ്കിലും യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അത്രയും അടിപൊളിയായിട്ടോ. ഇത് കൂടാതെ നമുക്കിത് ഹെൽത്തിന്, അതായത് നമുക്ക് ഈ ഒരു കറ്റാർ വാഴയുടെ ജെല്ലെടുത്തിട്ട് നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുന്നത് നമുക്ക് ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. കാരണം നമുക്ക് ദഹനത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ തടയാനും ഈ ഒരു ആശാന് കഴിയും. അപ്പോൾ എന്തായാലും പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്ത അത്രയും ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളത് തന്നെയാണ് കറ്റാർ വാഴ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു തൈ ഇല്ലാത്തവർ ജസ്റ്റ് എന്തായാലും ഒരു തൈയെങ്കിലും വീട്ടിൽ നട്ടു പിടിപ്പിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. കാരണം അപ്പോൾ നമുക്കിപ്പോൾ കുറേ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഈ ബെനിഫിറ്റ്സ് ഒന്നും കൂടാതെ നമുക്കിതാ വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ കറ്റാർ വാഴ ഒരു തൈയെങ്കിലും നമ്മുടെ വീട്ടിൽ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ അക്കോറിയൊക്കെ വീട്ടിൽ വെക്കുന്നതിന് ഒരുപാട് പോസിറ്റീവ് എനർജി നമുക്ക് തരും നമ്മൾ പറയാറില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു കറ്റാർ വാഴയുടെ ഒരു തൈ നമ്മൾ വീട്ടിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്മുടെ അക്കോറിയത്തിൽ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഓടിക്കളിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. അതേപോലെ തന്നെ ഒരു കറ്റാർ വാഴയുടെ തൈ നമ്മൾ ഒരെണ്ണെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒരു തൈയെങ്കിലും മസ്റ്റായിട്ടൊന്ന് വെച്ച് പിടിപ്പിച്ചോളൂ. കാരണം എന്തായാലും ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും അത്രയും അടിപൊളി സംഭവം തന്നെയാണ് ഈ ഒരു കറ്റാർ വാഴ. അതുകൂടാതെ ഇതിനൊക്കെ പുറമെ നമുക്ക് തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന ഒരുപാട് സ്കിൻ ഡിസീസൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിനെയൊക്കെ തടയാൻ വേണ്ടിയിട്ടും ഈ ഒരു ആശാന് കഴിവുണ്ട്. അതായത് നമുക്ക് ഒരുപാട് ഇച്ചിങ്, ഇൻഫെക്ഷൻ, അത് എന്തെങ്കിലുമൊക്കെ അലർജിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് കുറച്ച് ജെല്ല് അപ്ലൈ ചെയ്ത് ഒരു 2-3 ദിവസം നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും കിടലിനാണെന്ന് ഇപ്പോൾ തന്നെ സംഭവം മനസ്സിലായില്ലേ. അപ്പോൾ എന്തായാലും ദഹന പ്രക്രിയയ്ക്കായാലും മൊത്തത്തിൽ ടോട്ടൽ ഒരു ഔഷധ ഗുണങ്ങളാൽ സമൃദ്ധമാണ് നമ്മുടെ ഒരു കറ്റാർ വാഴ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ആയുർവേദിക് പ്രൊഡക്റ്റുകളിലും നമ്മളിത് യൂസ് ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, ഇതിൻ്റെ അത്ഭുതങ്ങളായ ഒരുപാട് ഗുണങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് ഒരു കറ്റാർ വാഴയുടെ തൈയെങ്കിലും വീട്ടിൽ വെച്ച് പിടിപ്പിക്കണേ. മാത്രമല്ല ഈ ഒരു കറ്റാർ വാഴ നമ്മൾ പ്രോപ്പറായ രീതിയിലല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സൈഡ് എഫക്റ്റും ഉണ്ട്. വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു തണ്ട്, ഈ ഒരു നല്ല വണ്ണുള്ള ഒരു തണ്ട് നോക്കിയിട്ടാണ് നമ്മൾ പൊട്ടിച്ചെടുക്കാറ്. അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അറ്റത്തായിട്ട് ഒരു മഞ്ഞ കളറിലൊരു ദോഷം വരും. അതായത് അതിൻ്റെ ഒരു കറയാട്ടോ. അത് നമ്മൾ ആ ഒരു കറ പോകുന്നവരെ ജസ്റ്റ് ഒന്ന് ഉണങ്ങുന്ന വരെ നമ്മൾ ഒന്ന് വെയിലത്ത് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കറ ഒന്ന് പോകുന്നതിന് ശേഷം മാത്രം നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇൻഫെക്ഷൻ, അതായത് ഇച്ചിങ്ങൊക്കെ നന്നായിട്ട് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ആ ഒരു മഞ്ഞ കറ നമ്മുടെ സ്കിന്നിലും അതേപോലെ തന്നെ തലയിൽ തേക്കുന്നവരാണെങ്കിൽ സ്കാൽപ്പിലൊന്നും ആവാതെ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചൊറിയിടും. അപ്പോൾ എന്തായാലും അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിൽ കൂടിയുള്ള ഒരു മുള്ള് കണ്ടോ, ഇതൊക്കെ നമ്മുടെ ഈ ഒരു കറ്റാർ വാഴയുടെ ആവരണങ്ങളായിരിക്കണം, ഇതിൻ്റെ സംരക്ഷിക്കുന്ന ഒരു ആവരണങ്ങൾ. അപ്പോൾ എന്തായാലും ഈ ഒരു മുള്ളൊക്കെ കളഞ്ഞതിന് ശേഷം 2 സൈഡിലും മുള്ളുണ്ട്. അപ്പോൾ എന്തായാലും 2 സൈഡിലും മുള്ള് കളയുക. അതേപോലെ തന്നെ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഒരു യെല്ലോയിഷ് കളറിലുള്ള ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു കറയും കൂടി കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഈ മേൽഭാഗത്തെ ആ ഒരു തോലുണ്ട് അത് ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളയ്ക്കും താക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ പോകുന്നുള്ളൂ. അപ്പോൾ അതും കൂടി കളഞ്ഞ് കഴിഞ്ഞാൽ അതിന് നല്ല ഫ്രഷ് ആയിട്ടുള്ള ജെല്ല് കിട്ടും. ആ ഒരു ജെല്ലാണ് നമ്മൾ യൂസ് ചെയ്യാറ്. നമ്മുടെ ഹെൽത്തിനായാലും അതേപോലെ തന്നെ നമുക്ക് സ്കിന്നിനായാലും ഒക്കെ നമ്മൾ ആ ഒരു ജെല്ലാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മുടെ എല്ലാവരുടെയും സ്കിന്നെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എല്ലാവർക്കും എല്ലാതും സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത്. എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഡയറക്റ്റ് നമ്മുടെ ഈ ഒരു കറ്റാർ വാഴയുടെ ജെല്ല് യൂസ് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഫേസിലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഫേസ് പാക്കാണോ നമ്മുടെ ഫേസിന് സ്യൂട്ടഡ് ആയിട്ടുള്ളത് ആ ഒരു ഫേസ് പാക്കിലേക്ക് നമുക്ക് ആവശ്യമുള്ള അളവിൽ കറ്റാർ വാഴയുടെ ജെല്ലെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തൊരു 50 മിനിറ്റ് ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. അല്ല നമുക്കിനി നമ്മുടെ ഹെയറിലാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ
യൂസ് ചെയ്യുന്ന ഹെയർ പാക്കോ അല്ലാതെ തന്നെ നമ്മുടെ താളിയൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ താളിയിലേക്കൊക്കെ നമ്മുടെ ഹെയറിൻ്റെ തിക്നെസ്സിനും ഗ്രോത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു അളവിൽ കറ്റാർവാഴ എടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഫേസിലും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഹെയറിലൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയൊരു ചേഞ്ച് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇതെല്ലാം ഓർഗാനിക് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ടൈം യൂസ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് വലിയ റിസൾട്ട് തന്നെയായിരിക്കും. കാരണം നമ്മളിപ്പോൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പല സംഭവങ്ങളും യൂസ് ചെയ്യുന്നതിനെ അപേക്ഷിച്ച് നമുക്ക് എന്തായാലും ഇത് ഓർഗാനിക് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ സ്കിന്നിലായാലും പല ടൈപ്പ് ഓഫ് സ്കിൻ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഡ്രൈ സ്കിന്നും അതേപോലെ തന്നെ ഓയിൽ സ്കിന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്നോട്ട് ഞാൻ പറയുള്ളൂ. കാരണം ഡ്രൈ സ്കിന്നിൻ്റെ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറി അത്യാവശ്യം നല്ലൊരു ഗ്ലോയും അതേപോലെ തന്നെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ തലയിൽ ഇപ്പോൾ താളിയുടെ കൂടെ തേക്കുകയാണെന്നുണ്ടെങ്കിലും അതായത് നമ്മൾ ഡയറക്റ്റായിട്ട് തലയിൽ തേക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് തലയ്ക്ക് നല്ലൊരു തണുപ്പ് കിട്ടും. നല്ലൊരു തണുപ്പ് കിട്ടുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ഉറക്കവും കൂടി ഈ ഒരു കറ്റാർവാഴ യൂസ് ചെയ്യുന്നതിലൂടെ കിട്ടും. മാത്രമല്ല ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ബിസി ലൈഫായതുകൊണ്ട് തന്നെ ഉറക്കക്കുറവും അതേപോലെ തന്നെ ടെൻഷനൊക്കെ ആയിട്ട് ഒരുപാട് പേരെ കണ്ണായാലും കണ്ണിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ കറുത്ത ഒരു പാടുകളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് നീണ്ട ഒരു സൊല്യൂഷനാട്ടോ ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ല് നമ്മളവിടെ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനൊക്കെ പുറമെ കാലങ്ങളായി പലരെയും അലട്ടുന്ന വലിയ പ്രശ്നങ്ങളായിരിക്കില്ല മുഖത്തുള്ള ഒരു കറുത്ത പാടുകളും അതേപോലെ തന്നെ കലകളൊക്കെ. അതിനും വലിയൊരു സൊല്യൂഷൻ തന്നെയാണ് ഈ ഒരു കറ്റാർവാഴയുടെ ജെല്ല് അപ്ലൈ ചെയ്യുന്നതിലൂടെ. അപ്പോൾ എന്തായാലും ഇത് നിസ്സാരക്കാരനല്ലാന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഒരുപാട് അത്ഭുതങ്ങളുള്ള ഈ ഒരു ആശാന വെറുതെ കളയില്ല കേട്ടോ ആരും എന്തായാലും. അതുകൂടാതെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും നമുക്ക് ഈ ഒരു കറ്റാർവാഴ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് വേറെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നതിലൂടെയാണ്. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ജെല്ല് നേരിട്ടും കഴിക്കാം. അതേപോലെ തന്നെ അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസായിട്ടും കഴിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ പലരെയും അലട്ടുന്ന വേറൊരു വലിയൊരു പ്രശ്നമാണ് നമ്മുടെ പിമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ പിമ്പിൾസ് വരുന്നതിന് ഒരുപാട് കാരണങ്ങളാണ് നമുക്ക് പിമ്പിൾസ് വരാം കേട്ടോ. അതിലെ മെയിൻ കാരണമാണ് നമുക്ക് തലയിൽ ഡാൻഡ്രഫ് ഉണ്ടെങ്കിലും അതുവഴി നമുക്ക് നെറ്റിയിലേക്കൊക്കെ അത് ഇറങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെ പിമ്പിൾസ് വരാം. അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിലും പെട്ടെന്ന് തന്നെ അവർക്കൊക്കെ പിമ്പിൾസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനൊക്കെ ഒരു വലിയ സൊല്യൂഷൻ തന്നെയായിട്ട് ഈ ഒരു കറ്റാർവാഴ എന്ന് പറയുന്നത്. ഞാൻ എന്താണ് ഈ ഒരു രീതിയിലാണ് നമ്മുടെ കറ്റാർവാഴകളൊക്കെ നട്ടു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പോട്ടുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത പോട്ടുകളാട്ടോ. അതേപോലെ തന്നെ കുറച്ച് ഗ്രോ ബാഗുകളിലൊക്കെ ആയിട്ടോ നട്ടു കൊടുത്തിട്ടത്. അപ്പോൾ ഈ കാണുന്ന ആശാനൊക്കെ അത്യാവശ്യം നല്ല പഴക്കമുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ എണ്ണ കാച്ചുന്ന ഒരു ടൈമിലാണ് നമുക്ക് ഇതിൻ്റെ വലിയൊരു ആവശ്യം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒരു വർഷത്തേക്കൊക്കെ ഉള്ള എണ്ണ നമ്മൾ ഒരുമിച്ചാണ് കാച്ചി വെക്കാറുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് തണ്ടിൻ്റെ ആവശ്യം. അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രോ ചെയ്യുന്നില്ല. നമ്മൾ മുറിച്ചെടുക്കുന്നതിനനുസരിച്ച് നമുക്ക് പുതിയ തണ്ടുകൾ ഇങ്ങനെ ഉണ്ടായി വരും കേട്ടോ. അതേപോലെ തന്നെ ഇതിലൊക്കെ ചെറിയ തൈകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ടൈമിൽ തന്നെ നമ്മൾ പറിച്ച് മാറ്റി നടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇത് ഞാനിപ്പോൾ മാറ്റി നട്ടിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ 2 വർഷമൊക്കെ പഴക്കമുണ്ട് ആൾക്ക്. അപ്പോൾ എന്തായാലും ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് മാനേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ഒരുപാട് തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാനും അതിലൂടെ നമുക്ക് നമ്മുടെ കറ്റാർവാഴയുടെ തൈകളൊക്കെ നന്നായിട്ട് സംരക്ഷിക്കാനും വേണ്ടി പറ്റും. മാത്രമല്ല അത്യാവശ്യം സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന രീതിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വലിയൊരു ഗ്രോത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. കാരണം ഇതിന് അത്യാവശ്യം സൺലൈറ്റൊക്കെ വേണ്ട ഒരു ചെടി കൂടിയാണ് നമ്മുടെ ഒരു കറ്റാർവാഴ. എന്തായാലും നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസറും അതേപോലെ തന്നെ ഹെയറിനാണെങ്കിൽ നല്ലൊരു കണ്ടീഷണറായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു കഴിവ് നമ്മുടെ ഈ ഒരു കറ്റാർവാഴയ്ക്കുണ്ട് കേട്ടോ. ഇതിനൊക്കെ അപ്പുറം സ്കിന്നിലെ ചുളിവുകളൊക്കെ മാറ്റി സ്കിന്ന് നല്ല ബ്രൈറ്റനും ഹെൽത്തി ആയി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടോട്ടലി ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി സോഴ്സ് കൂടിയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കറ്റാർവാഴയുടെ അത്ഭുത ഗുണങ്ങളൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കണമല്ലേ ഈ ഒരു കറ്റാർവാഴ ഒരുപാട് ഫേസ് പാക്കുകളും അതേപോലെ തന്നെ ഒത്തിരി ഹെയർ പാക്കിലും ഇതിനൊക്കെ ഉപരി ഒരുപാട് ആയുർവേദിക് പ്രൊഡക്റ്റുകളിലൊക്കെ മെയിൻ താരമായിട്ട് മുന്നിൽ തന്നെ നിൽക്കാൻ കാരണം നമുക്ക് ഒരുപാട് നേരം വെയിൽ കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് സൺടാൻ അടിക്കുന്ന ഒരു പ്രശ്നം. അപ്പോൾ ആ ഒരു സൺടാനൊക്കെ അടിച്ചിട്ട് നമ്മുടെ ഫേസിലേക്ക് ഉണ്ടാകുന്ന ഒരു കരിവാളിപ്പ് തടയാനും അത്യുത്തമം തന്നെയാണ് ഈ ഒരു കറ്റാർവാഴയുടെ ഒരു ജെല്ല് നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ നേരത്തെ മുറിച്ചെടുത്തുള്ള നമ്മുടെ ഒരു കറ്റാർവാഴയുടെ ഒരു പീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അറ്റത്തായിട്ട് വന്നിരിക്കുന്നത് അതായത് മുറിച്ച ഒരു തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗത്താട്ടോ ഒരു യെല്ലോ കളറുള്ള ഒരു ലിക്വിഡ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴത്തേനും ആ ഒരു ലിക്വിഡ് എത്രത്തോളം ഉണ്ടെങ്കിൽ അതിങ്ങനെ പുറത്തേക്ക് വന്നോളൂ. പിന്നെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കയ്യിലുള്ള എല്ലാ കറ്റാർവാഴകളും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മണ്ണൊക്കെ നനഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ എന്തായാലും കൂട്ടുകാർ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നത്. ബൈ.